വിനു കിരിയത്ത് ഇപ്പോൾ മാലാപാർവതി പറഞ്ഞു നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അമ്മ പോലൊരു സംഘടനയ്ക്ക് ഈ നിലയിൽ കോടികൾ നൽകിയത് കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോ എന്ത് നേട്ടം എന്നുള്ളതാണ്. അപ്പോൾ അവിടം മുതലാണ് പല സംശയങ്ങളും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന പ്രവണതകൾ അൻസിബയുടെ വിഷയത്തിലടക്കം മാലാപാർവതിയൊക്കെ നേരിട്ട് അൻസിബ ഈ നിലയിൽ ചില ഇടപെടലുകൾ നടത്തുന്നു എന്ന് ശ്വേതാ മേനോനിൽ നിന്നും അറിഞ്ഞ വ്യക്തിയാണ്. അവരെ വിളിച്ച് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള ഇടപെടൽ മലയാളത്തിലെ ഒരു സംഘടനയ്ക്ക് ഉള്ളിൽ പോലും നടക്കുന്നുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ വിവരങ്ങളായി വരുന്നത്. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ ശ്രീ വിനു കിരിയത്ത്. നോക്കൂ, ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സംഘടനയ്ക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ ഇതെങ്ങനെയാണ് ഇത് പബ്ലിക്കിൻ്റെ ഇടയിൽ എത്തുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ വളരെ ഒരു ദയനീയ അവസ്ഥയാണ്. കാരണം ഞങ്ങൾ ബിഹൈൻഡ് ദ സ്ക്രീൻ, ഞങ്ങൾ പുറത്ത് നമ്മൾ പലതും പറയാറുണ്ട്. പക്ഷേ അതുപോലെയല്ല, താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചവരാണ്. ആ സംഘടന പുരുഷന്മാർ ഭരിച്ചുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ഈ സംഘടനയിൽ എല്ലാവരും കൂടെ ചേർന്ന ഇടവേള ബാബുവിനെ ഒന്ന് ആദരിക്കണം ഇമീഡിയറ്റ് ആയിട്ട്. 25 വർഷം ആ സംഘടനയെ നയിച്ചു. ഇത് കേവലം നിസ്സാര നാൾ കൊണ്ട് ഇവർ തമ്മിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അമ്മയുടെ അംഗമല്ല, ഞാൻ റൈറ്റേഴ്സ് യൂണിയൻ്റെ ഭാരവാഹിയുമായിട്ടും അല്ല ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. നോക്കൂ, ഇപ്പോൾ ശ്വേതാ മേനോൻ അഭിപ്രായം പറയുമ്പോൾ എനിക്ക് തോന്നും ശ്വേത പറയുന്നതാണ് ശരി. കാരണം അതിൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങൾ എനിക്കറിയില്ല. ഇപ്പം മാലാപാർവതി പറയുമ്പോൾ ചിലപ്പോൾ അതാണ് ശരിയെന്ന് തോന്നും. പക്ഷേ ഈ 15 കോടി രൂപയൊക്കെ അദാനി കൊടുക്കുമെന്ന് പറയാൻ മമ്മൂക്ക CPM കാരനാണ്. മോഹൻലാലിന് എന്ത് രാഷ്ട്രീയം എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. സിദ്ദിഖിന് രാഷ്ട്രീയമുണ്ട്, മുകേഷിന് രാഷ്ട്രീയമുണ്ട്. അതിനുശേഷം ഈ 15 കോടി കൊടുത്ത് കൊണ്ടുവരാനുള്ള ആരാണ് അതിനകത്തുള്ളതെന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് എങ്ങനെ ഇവരറിഞ്ഞു? ഞാൻ BJP കാരനാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജാതി മത ചിന്തകളൊന്നുമില്ലാത്ത ഒരു പക്കാ സിനിമാക്കാരൻ തന്നെയാണ്. കാരണം കലയിൽ രാഷ്ട്രീയമാവാം, പക്ഷേ മതം കലർത്തിക്കഴിഞ്ഞാൽ അത് ഭാവിയിൽ വളരെ ദോഷം ചെയ്യും. അതിവിടെ പലരുടെ വായിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നു. പിന്നെ ഞാൻ ഒന്ന് പറയട്ടെ, ഈ മലയാള സിനിമയിൽ നമുക്കറിയാം തിലകൻ ചേട്ടൻ്റെ ഇഷ്യൂ ഉണ്ട്, അമ്പിളിച്ചേട്ടൻ്റെ ഇഷ്യൂ ഉണ്ട്, സുകുമാരൻ ചേട്ടൻ്റെ ഇഷ്യൂ ഉണ്ട്. അതെല്ലാം സംഘടനയാണ് തീർത്തത്, അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരോ പബ്ലിക്കോ അല്ല. ഇന്ന് കുറച്ചുകൂടെ ജനങ്ങൾ ഇവിടെ ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ അമ്മയ്ക്കുള്ള പ്രശ്നങ്ങൾ അത് സംഘടനയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിന്റെ സാമ്പത്തിക തിരിമറി വരെ ഒരു പരിധി വരെ അത് അമ്മയുടെ പ്രശ്നമാണ് എന്ന് കാണാം. പക്ഷേ അതിൽ നിൽക്കുന്നില്ല കാര്യങ്ങൾ. അൻസിബയ്ക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ, പിന്നീട് ഇപ്പോൾ BJPയുമായി ബന്ധപ്പെട്ട് വരുന്ന അലിഗേഷൻ, അതൊക്കെ ഒരു സംഘടനയ്ക്കുള്ളിൽ തീർക്കേണ്ട വിഷയങ്ങളല്ല. സ്വാഭാവികമായും അത് പൊതുസമൂഹം അറിയേണ്ടതാണ്, ആ നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടതുമാണ്. അപ്പോൾ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ആ വിഷയങ്ങളിൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സംശയിക്കേണ്ട കാര്യമുണ്ടോ? ഒന്നാമത്തേത്. 2, ഇപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ ആ നിലയിൽ താരപരിവേഷമുള്ള ആളുകൾ മാത്രമല്ലല്ലോ ആ സംഘടനയിലുള്ളത്. അപ്പോൾ ആരെയൊക്കെയാണ് ഇനി അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ചോദ്യത്തിലൊക്കെ എത്രമാത്രം പ്രസക്തിയാണ് ശ്രീ വിനു കിരിയത്തുള്ളത്? അത് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, BJPയുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ബാനറിൽ മത്സരിച്ച ആളുകൾ ആരൊക്കെയാണ്? അത് എത്ര വലിയ താരപരിവേഷമുള്ളവരാണ് എന്നത് കൂടി ചിന്തിക്കേണ്ടേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ BJPക്ക് എന്താ ഇവിടെ അയിത്തമുണ്ടോ? കോൺഗ്രസ് ആവാം, കമ്മ്യൂണിസ്റ്റ് ആവാം, BJP ആയിക്കൂടാതെ എവിടെയെങ്കിലും നിയമമുണ്ടോ? അമ്മയിലോ അല്ലെങ്കിൽ മറ്റു സംഘടനയിലോ? അതൊക്കെ ഓരോരുത്തരുടെ ഞാൻ ചോദിക്കട്ടെ. പണം കൊടുത്തതിന് തെളിവ് കൊണ്ടിട്ടെന്നേ ചുമ്മാ ആരെങ്കിലും കയറി ഒരു മൈക്കിൽ കൂടെ പറഞ്ഞു അല്ലെങ്കിൽ ഇത് ഞാൻ ചോദിക്കട്ടെ, ശ്വേതാ മേനോനും പിഷാരടിയും തമ്മിലുള്ള സംസാരം ആരാ പുറത്തുവിട്ടത്? അത് ആദ്യം പുറത്തു വരണം. കാരണം രണ്ടുപേരുടെയും മൊബൈൽ ചെക്ക് ചെയ്യണം, സംഘടന ചെക്ക് ചെയ്യണം. ആരാണിത് പുറത്തുവിട്ടത്? എന്തൊരു മോശമാണല്ലേ. അതിൽ സിദ്ദിഖിൻ്റെ പേര് പറയുന്നുണ്ട്, നമ്മുടെ കൃഷ്ണയുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ശരിക്കും ഇൻസൾട്ട് ചെയ്യുകയാണ്. അവരൊക്കെ ഇതിനകത്ത് നിരപരാധിയാണോ? ഇല്ല, മമ്മൂട്ടിയും മോഹൻലാലും ശ്വേതയ്ക്ക് സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞു. മമ്മൂട്ടിയും മോഹൻലാലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ സംബന്ധിച്ചോളം ഇത് ശരിയാണോ അല്ലയോ? ആണെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ അത് പറയേണ്ടത് എവിടെയാണ്? ജനറൽ ബോഡിയിൽ പറയണം ഞാൻ ശ്വേതയോടൊപ്പം ആണെന്നല്ലേ. അപ്പോൾ അത് ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങൾ ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ പറയുന്നത് കൊണ്ടാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ അതിശയം ഇവർ തന്നെയാണ് സ്വയം നാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മുടെ പലരും അതിനകത്തുനിന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, ശ്വേതാ മേനോൻ രാജിവെച്ചു എന്ന് ഒരു ചാനലിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജിയാവില്ല എന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് അറിഞ്ഞൂടെ? അതിന് സംഘടനാപരമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ലെറ്റർ കൊടുത്ത് രാജി സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു അമ്മയിൽ അഡ്ഹോക് കമ്മിറ്റി എന്നൊരു ഇതില്ല. അടുത്ത
ഇലക്ഷൻ മാത്രമേ ഉള്ളൂ. അതുവരെ ഇവർ തുടരണമെന്നാണ് എൻ്റെ അറിവ്. നമ്മുടെ സിനിമയിൽ ഇതാണ്. മറ്റ് ക്ലബ്ബുകളിലൊക്കെ ഞാൻ മെമ്പറാണ്. അവിടെയൊക്കെ ഉടനെ നമുക്കൊരു അഡ്ഹോക് കമ്മിറ്റി അപ്പം തന്നെ ജനറൽ ബോഡി കൊണ്ടുവരും. പക്ഷേ അമ്മയിൽ അങ്ങനെ ഒരു ബൈലോയിൽ പറഞ്ഞിട്ടില്ല എന്ന് ഞാനിങ്ങനെ കേട്ടു. അടുത്ത ഇലക്ഷൻ വരെ ഇവർ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ്. എന്തായാലും ഇത് നോക്കൂ, വളരെ ഒരു മോശം പ്രവണത. എന്തിനാണ് ഇപ്പോൾ ഒരു ഷോ നിങ്ങൾ വെച്ച് നോക്കൂ, 100% ജനം കൂവി നാറ്റിക്കും എല്ലാവരെയും. അതിനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കരുത്. നിങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കൂ വഴക്കുകളെല്ലാം. എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട് കേട്ടോ. മനുഷ്യർ പലരും പല സ്വഭാവക്കാരാണ്. ഞാൻ അതാണ് ചോദിച്ചത്. ഇപ്പോൾ ഈ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ സംഘടനയുള്ളിൽ പറഞ്ഞു തീർക്കേണ്ടത് മാത്രമാണ് എന്നുള്ളത് താങ്കൾ കൂടി തോന്നുന്നുണ്ടോ ശ്രീ ബിനു കിരിയത്ത്? ആത്മാർത്ഥമായ അങ്ങനെ അഭിപ്രായമുണ്ടോ? ഒരാൾക്കെതിരെ ജിഹാദി ആരോപണം ഉന്നയിക്കുന്നു, ഈ നിലയിൽ അപകീർത്തികരമായുള്ള പരാമർശങ്ങൾ നടത്തുന്നു, മതപരിവർത്തനത്തിന്റെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ ഒരു സംഘടന പറഞ്ഞു തീർക്കേണ്ടതാണോ? നോക്കൂ, അത് എന്നെ സംബന്ധിച്ചോളം കേട്ടറിവാണ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞത് എന്നെ സംബന്ധിച്ചോളം അത് വെറും ഒരു കേട്ടറിവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ തെളിയിക്കപ്പെടണം. തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ആദ്യം ഇത് സംഘടനയിൽ പറയണം. സംഘടനയിൽ പറഞ്ഞതിന് ശേഷം അവരും എടുത്തില്ലെങ്കിൽ മാത്രം വ്യക്തിഹത്യ നമ്മൾ ആരോടാണ് പറയേണ്ടതെന്നുള്ളതാണല്ലോ ശ്രീ വിനു കിരീത്ത് ഇവിടെ പ്രശ്നം. നോക്കൂ, പരാതി പറയാൻ ചെല്ലുന്ന ആൾ തന്നെയാണ് ഇതിൽ ഇവരെ ഇങ്ങനെ ഇരകളാക്കി നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവരാണ് വേട്ടക്കാരന്റെ റോളിലുള്ളത്. അവിടെയാണ് പ്രശ്നം. അൻസിബയ്ക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ ഇപ്പോൾ അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? ശ്വേതാ മേനോനാണ്. അപ്പോൾ സംഘടനയ്ക്കുള്ളിൽ എവിടെയാണ് പറയേണ്ടത്? ആരാണ് പറയേണ്ടത്? ആരാണ് പരിഹരിക്കേണ്ടത്? അപ്പോൾ ഒരു സംഘടനയിൽ ഒരു പരാതി പറയുമ്പോൾ അത് സോൾവ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ, അല്ലെങ്കിൽ ആർക്കും അതിന് സാധ്യമല്ല, സംഘടന പിരിച്ചുവിടുന്നേ. ഒരു സംഘടനയ്ക്ക് ഒരു പ്രശ്നം വന്നാൽ അത് സോൾവ് ചെയ്യണ്ടേ? അതിനല്ലേ സംഘടന വെച്ച്. ഈ സംഘടന എന്തിനാണ്? ഓരോ വ്യക്തിയുടെയും, അവിടെ സൂപ്പർ സ്റ്റാർ എന്നോ ഏറ്റവും ചെറിയ താരം എന്നോ ഒന്നുമില്ല. അതിനകത്തുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ. അത് പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ കോടതിയിൽ പോയി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ സംഘടന എന്തിനാണ്? അതാണ് ജോയ് മാത്യു ഇന്ന് ചോദിച്ചത്. എല്ലാവരും കോമാളികളെന്ന്. എന്തോ ജോയ് മാത്യുവിൻ്റെ ഒരു ഇത് കണ്ടു. അത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക്, ഞാനും കൂടെ ആ ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമാണ്, അമ്മയിലെ മെമ്പർ അല്ലെങ്കിൽ പോലും. എന്തിനായിരുന്നു ഇങ്ങനെ? എത്രയോ മഹാന്മാരിരുന്ന കസേരകളും എത്രയോ, ഇവരെല്ലാം വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ്. ഇതിൽ ഓരോ വ്യക്തികളും അവരിങ്ങനെ പരസ്പരം ചെളിവാരി എറിഞ്ഞ് പരസ്പരം ശത്രുക്കളായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പിന്നെ സിനിമയിൽ ഒരിക്കലും മതവും കലർത്തരുത് എന്നൊരു വലിയ അഭ്യർത്ഥനയുണ്ട്. കാരണം ഈ പറയുന്ന ആൻസിബ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയിലെ സൂപ്പർ സ്റ്റാർ ഹീറോ ഒരു മതക്കാരനാണ്, സംവിധായകൻ മറ്റൊരു മതക്കാരനാണ്. ഞാനുമൊക്കെ പല മതക്കാരുമായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. അവരുമായിട്ടൊക്കെ ഇന്നും നല്ല ബന്ധമാണ്. അതുകൊണ്ട് രാഷ്ട്രീയം കലർത്തിക്കോളൂ, ദയവ് ചെയ്ത് മതം കലർത്തരുതെന്നൊരു വലിയ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.